ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആസ് എ ബിഗിന്നർ ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ഫസ്റ്റ് ലേൺ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ ഫേസ്ബുക്ക് പേജ് ആണ് ആക്ച്വലി നമുക്ക് എല്ലാത്തിന്റെയും ബിഗിനിങ് എന്ന് പറയുന്നത് അല്ലേ. കാരണം നിങ്ങൾക്ക് ഒരു അഡ്വർടൈസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യണം. മെറ്റയുടെ ഒരു ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് ഫേസ്ബുക്ക് ആണ്. അപ്പോൾ ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, മെറ്റാ ബിസിനസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ കൂടുതലും ഇൻസ്റ്റാഗ്രാം ആണ് ചെയ്യുന്നെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഫേസ്ബുക്ക് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ആദ്യം ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ എല്ലാവർക്കും ഒട്ടുമിക്ക ആളുകൾക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. സോ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാം അല്ലെ. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള വിൻഡോ. നിങ്ങൾ ശ്രദ്ധിക്കാം, ഇങ്ങനെ ഫ്രണ്ട്സ് എന്നുള്ള ഓപ്ഷൻ ആണ് വരിക എന്നുണ്ടെങ്കിൽ അത് അക്കൗണ്ട് ആയിരിക്കും. നോട്ട് ചെയ്യണം, അക്കൗണ്ട് ആയിരിക്കും. പിന്നെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ഡീറ്റെയിൽസ് കൊടുക്കുക, എഡിറ്റ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കൊടുക്കുക, ഒരു കവർ പേജ് കൊടുക്കുക. ഒരു സിംപ്ലി ജെന്യൂൻ ആയിട്ട് വെക്കുക നിങ്ങളുടെ അക്കൗണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും കുറച്ചൊന്ന് നിങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ കുറച്ച് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ എന്തിനുണ്ടെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഫുള്ളായിട്ട് കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ പേഴ്സണൽ ആയിട്ട് എബൌട്ടിൽ എന്തെങ്കിലും കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഒന്ന് ചെറുതായിട്ട് ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എനിവേ, നമുക്ക് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് പേജ് ആണ്. സോ എന്ത് ചെയ്യുക, എല്ലാവരുടെ സ്ക്രീനിലും ഇങ്ങനെയാവും കാണാം അല്ലെ. ഇതിൽ നിന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ റൈറ്റ് സൈഡ് കോർണറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എന്ന് കാണാൻ പറ്റില്ല. ഈ അക്കൗണ്ടിലും അല്ലെങ്കിൽ ഇതിലും ആയിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ്, ഫേസ്ബുക്കിന്റെ മറ്റു ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓക്കെ, പേജുകളാണ് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഡോട്ട് ശ്രദ്ധിക്കുക, മൊബൈലിൽ മാക്സിമം ചെയ്യാതെ ലാപ്പിൽ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് പേജസ് ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടും. അപ്പൊ പുതിയ ക്രിയേറ്റ് ഒക്കെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, പോസ്റ്റ് ക്രിയേഷൻ, സ്റ്റോറി, റീല്, ഇവന്റ് ഇങ്ങനെ എന്തും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ആഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഇവിടെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഈ ഒരു ഡോട്ട്സ് ശ്രദ്ധിക്കാം. ദെൻ നമ്മുടെ ഓൾറെഡി കയ്യിലുള്ള പേജുകൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കാം, ഇവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ പേജുകളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മളൊരു പേജ് ഇവിടെ ജസ്റ്റ് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേജ് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പൊ ഈ പേജ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പേജ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ പേജിന്റെ ഡാഷ്ബോർഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പേജിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ പേജിലൂടെയാണ് നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് ഒക്കെ പോകുന്നത്. സോ എപ്പോഴും കവർ പേജ് കറക്റ്റ് ആയിട്ട് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് ഒരു കറക്റ്റ് ആയിട്ട് ഇമെയിൽ, ഒരു പ്രൊഫൈൽ പിക്ക് ആണ്. അത് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതുപോലെ കീപ്പ് ചെയ്യുക. ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, നെയിം കൊടുക്കുക. പിന്നെ പേജ് ആകുമ്പോൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ്, എഡിറ്റ്, അഡ്വർടൈസ്മെന്റ്, അതുപോലെ അബൌട്ട്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അതുപോലെ കാണിക്കും. നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക്, കോൺടാക്ട് ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പം നമ്മുടെ പേജ് ആണ് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എപ്പോഴും റീച്ച് ആവുന്നത്. സോ അത് എപ്പോഴും നീറ്റ് ആയിട്ട് വെക്കണം. അപ്പൊ ഒരു പേജിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒന്ന് നിങ്ങളുടെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പേരുണ്ടായിരിക്കണം, ലോഗോ ഉണ്ടായിരിക്കണം, കവർ പേജ് ഉണ്ടായിരിക്കണം, എബൌട്ട് ഉണ്ടായിരിക്കണം. അതിന് കൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള അഡ്രസ്സും ഡീറ്റെയിൽസ് വേണം. കാരണം കസ്റ്റമർ പേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യാം. പിന്നെ നമ്മുടെ പേജിന്റെ കൂടുതൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ മെറ്റാ ബിസിനസ് യൂട്ടും എന്ന് പറയുന്ന ഓപ്ഷൻ, രണ്ടും ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ആദ്യം ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ജസ്റ്റ് മറ്റേ പ്രൊഫഷണൽ ഡാഷ്ബോർഡ്. ഓക്കെ, പ്രൊഫഷണൽ ഡാഷ്ബോർഡ് വരുമ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഐ മീൻ നമ്മുടെ പേജ് സ്റ്റാറ്റസ്, പേജ് ആക്സസ്, ലിങ്ക്ഡ് അക്കൗണ്ട്, പേജ് റെക്കമെൻഡേഷൻ, പേജ് സെറ്റപ്പ്, ന്യൂ പേജ് ഗൈഡ്, അതുപോലെ കുറച്ച് ഓപ്ഷൻസ്. പിന്നെ പേജിന്റെ കുറച്ച് ആക്ടിവിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫാക്ടറാണ് ഈ കാണുന്നത്. പേജ് ആക്സസ് എന്ന് പറയുമ്പോൾ ഇൻവൈറ്റ് പീപ്പിൾ ടു ഹെൽപ്പ് മാനേജ് യുവർ പേജ് ആൻഡ് കൺട്രോൾ ഹൂ ക്യാൻ ആക്സസ്. ഇപ്പൊ നിങ്ങളുടെ സ്റ്റാഫിനോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്കോ നിങ്ങളുടെ പേജിന്റെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ആക്സസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേജ് ആക്സസ് ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ലിങ്ക്ഡ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഫേസ്ബുക്ക് പേജ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുമായിട്ടും ഫേസ്ബുക്ക് അക്കൗണ്ടുമായിട്ടും ഒക്കെ വാട്സപ്പ് അക്കൗണ്ടുമായിട്ടൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഈ കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ഫേസ്ബുക്ക് പേജിൽ നിന്ന് മെസ്സേജ് അയക്കുമ്പോൾ വാട്സപ്പിലേക്ക് കണക്ട് ആവുക. അതുപോലെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കണക്ട് ചെയ്യാനൊക്കെ ഇവിടെയാണ് ഓപ്ഷൻ ഉള്ളത്. ജസ്റ്റ് ഇവിടെ ഈ പേജ് ആക്സസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും ഒക്കെ ആക്സസ് കൊടുക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ തന്നെ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ദെൻ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഫേസ്ബുക്ക് ലിങ്ക്ഡ് അക്കൗണ്ട് ആണ്. ലിങ്ക്ഡ് അക്കൗണ്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് കാണാൻ പറ്റും. ഇവിടെ ലിങ്ക്ഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്തും നമുക്കിവിടെ ഡീറ്റെയിൽസ് കാണാം. ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, മെറ്റാ ബിസിനസ് സ്യൂട്ട്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മെറ്റാ ബിസിനസ് സ്യൂട്ട്. ഓക്കെ, മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ, ആഡ്സ് മാനേജർ, പ്ലാനർ, കണ്ടന്റ്, ഇൻസൈറ്റ്, ഇൻബോക്സ്, ലീഡ് സെന്റർ, മോണിറ്റൈസേഷൻ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മുടെ പേജിൽ ഇത് കാണാൻ പറ്റും. ഞാനിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 പേജോടെ കാണും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമും കാണും. പിന്നെ നമുക്ക് പോസ്റ്റ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ദെൻ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇൻബോക്സിലാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ കണ്ടന്റുകൾ, പിന്നെ പ്ലാനർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പോസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടോ നമുക്ക് പ്ലാൻ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഓപ്ഷൻ ഒക്കെ ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് ഇവിടെ കിട്ടാം. ഓക്കെ, അപ്പൊ ഇനി കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് വേണോ? ഇവിടെ ഓൾ ടൂൾസിൽ പോവാം. അപ്പൊ നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ലീഡ്സ് നമുക്ക് റിസീവ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ ലീഡ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് ലീഡ് സെന്ററിലാണ് നിങ്ങൾ പോയി നോക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓൾ ടൂൾസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് മെറ്റാ ബിസിനസ് സ്യൂട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഓൾ ടൂൾസിൽ വരുന്നത് ഈ ഫേസ്ബുക്കിനെ സംബന്ധിക്കുന്ന എല്ലാ ബാക്ക് എൻഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്കിവിടെ ടോട്ടൽ മെറ്റാ ബിസിനസ് സ്യൂട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലെ എല്ലാ ഡീറ്റെയിൽസും ആഡ് ചെയ്യുന്നതും കസ്റ്റമർ എൻഗേജ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും റിപ്പോർട്ട് എടുക്കുന്നതും എല്ലാ ഡീറ്റെയിൽസും നമുക്കവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്ക് മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഒരു ബിഗിനർ ആയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ സെറ്റ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലെല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുക. കവർ പേജ്, അതുപോലെ തന്നെ വാട്സപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ, നമ്മൾ നോക്കുന്ന സമയത്ത് കോൺടാക്ട്, നമ്മുടെ മെയിലിന്റെ വെബ്സൈറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടോ, ഡിസ്ക്രിപ്ഷൻ കണക്ട് ചെയ്തിട്ടുണ്ടോ നോക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും തമ്മിൽ കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഓക്കെ പറഞ്ഞു എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻബോക്സിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും മെസ്സേജ് മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ റിസീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഒരു വീഡിയോയില് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ കിടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് പേജ് കറക്റ്റ് ആണോ നോക്കുക, അക്കൗണ്ട് കറക്റ്റ് ആണോ നോക്കുക, പേജിലുള്ള എല്ലാ കാര്യങ്ങളും എവറിത്തിങ് കറക്റ്റ് ആണോ നോക്കുക. ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റ്സും കറക്റ്റ് ആണോ നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അതിന്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞ പോയിന്റ്സ് കറക്റ്റ് ആയി. ഓക്കെ, ഇനിയിപ്പോ എങ്ങനെയാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് കണക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ വാട്സപ്പായിട്ട് കണക്ട് ചെയ്യുന്നത്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമായിട്ട് കണക്ട് ചെയ്യുന്നതൊക്കെ വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കാണാം, വീഡിയോ കറക്റ്റ് ആയിട്ട് കാണാം. ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. ഓക്കെ, എന്നിട്ട് ഇത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വേണ്ട നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ.